അയ്യോ ചുണ്ട് മയക്കി തട്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ ബ്ലോക്സ് ഡൈയോന്റെ പുതിയൊരു വീഡിയോ ഇട്ട് വന്നേക്കാണ്. വി സ്റ്റാർട്ടഡ് എ ന്യൂ SMB. അപ്പൊ നമുക്ക് നേരെ വിളിക്കാം. ഓക്കെ, നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്. നമ്മളൊരു പുതിയ SMB തുടങ്ങി. റെക്ടർ SMB എന്നാണ് SMBന്റെ പേര്. റെക്ടർ എന്താണെന്ന് വെച്ചാൽ അങ്ങനൊന്നും പറയണ്ട, ചുമ്മാ ഒരു പേര് എടുത്തിട്ടാണ് ഇത് ഞാൻ ചെയ്തതാണ്. മറ്റേ ക്രിയേറ്റീവിൽ ചെയ്തതാണ്, അല്ല സർവൈവലൊന്നും ചെയ്തല്ല. ബട്ട് ഇനി നമ്മൾ ക്രിയേറ്റീവിൽ കളിക്കുന്നതല്ല, ഇപ്പൊ നമ്മൾ ക്രിയേറ്റീവിലാണ്. അത് നമുക്ക് മാറ്റാം. സർവൈവല് ഓക്കെ, ഇനി അങ്ങോട്ട് ക്രിയേറ്റീവ് ഉണ്ടാവുന്നല്ല, സർവൈവൽ. ഒറ്റയ്ക്ക് വീട് പണിയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മൾ പക്ക അങ്ങനെ സെറ്റാക്കുന്നതായിരിക്കും. ആൻഡ് ഈ വേൾഡിൽ നമ്മുടെ കൂടെ റിഹാനുണ്ട്, സിദ്ധാർത്ഥ് ഉണ്ട്, ആർഷുണ്ട്, പിന്നെ ഒരാള് സായി ഉണ്ട്. സായി വരുന്നു പറഞ്ഞു. പിന്നെ സച്ചി ചിലപ്പോ ഉണ്ടാവും. ഓക്കെ, അവരൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ പുതിയൊരു തുടങ്ങാൻ പോകുകയാണ് സുഹൃത്തുക്കളെ. ആൻഡ് നമുക്ക് ഇതിലിപ്പോ എനിക്കൊരു സ്ഥലത്തൊരു വീട് വേണം. വീട് ഞാനിപ്പോ എവിടെ കയറ്റിയിട്ട് എന്റെ വീട് പണിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നമുക്കൊരു ചെറിയ ബ്ലോസം ഒക്കെ തന്നെ ഒരു തുടക്കം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വീട് ഗ്ലിച്ചടിച്ച് വീടിപ്പോ എല്ലാവരുടെയും വീട് അടുത്ത് വെക്കണമെങ്കിൽ വെക്കാം. പക്ഷേ ഇതിന്റെ മേലെ കയറ്റി വീട് വെച്ചാലോ എന്നൊരു ആലോചന ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ പ്ലെയിൻസ് എന്താ പറയുക, ലോഡാവട്ടെ കൂട്ടാ. ഇവിടെ വീട് വെക്കാം അല്ലേ നമ്മുടെ. ഓക്കെ, നമ്മുടെ വീട് ഇവിടെ സെറ്റ് ചെയ്യാം. അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണിത്. നമ്മുടെ ഫസ്റ്റത്തെ വുഡ് അത് കൈ കിട്ടാതെ എന്തോ ലാഗ് ഉണ്ടല്ലോ. നമുക്ക് ഷോ FPS ജനറല് ഷോ കോർഡിനേറ്റ് ചങ്ക് ഷോ FPS ബണ്ണീഫ് അതിരുന്നോട്ടെ. ഓക്കെ, നമ്മുടെ FPS 60 ഉണ്ട്, കുഴപ്പമില്ല അല്ലേ. ഓക്കെ, 60 FPS ഒക്കെ കിട്ടുന്നുണ്ട്. പണ്ട് എനിക്ക് 120 സ്റ്റക്കായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയാണോ ബ്ലോക്സിലേക്ക്. ഇപ്പൊ 120 കിട്ടുന്നില്ല. നമുക്കതിലും കുറവാണ് കിട്ടുന്നത്. അത് നമുക്ക് ശരിയാകാം. അല്ല പിന്നെ അതൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് കണ്ടന്റ് ഒന്നും ഇല്ലാതിരുന്നപ്പോ നമ്മൾ XMB തുടങ്ങിയപ്പോ അതിന്റെ വീഡിയോ ഒന്നും എടുത്തിടാന്ന് വിചാരിച്ചാണ്. ഇത് ഉണ്ടാക്കി ഇട്ടിട്ട് 2 ദിവസമായിട്ടോ. നമ്മൾ പിന്നെ കേറുന്നപ്പോഴാണ്. ആരും കേറിയിട്ടൊന്നുമില്ല, ഞാനാണ് ആദ്യം കേറിയത്. ഓ, നമുക്കറിയാമോ, അവൻ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്നു. ഓക്കെ, നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കി. ഇത് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വിളിച്ചെടുക്കാം. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെ ഇവിടെയാണ് എൻ്റെ വീട്. വീട് വരുന്ന ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിടണം. ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ വീട് വരിക. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിടണം. പിന്നെ നമ്മൾ ഇന്തോനേഷ്യ ഫെസ്റ്റിവലായിട്ട് വരുന്ന ഞായറാഴ്ച ഓർ ശനിയാഴ്ച കളിക്കുന്നതായിരിക്കും. ഐ തിങ്ക് ഈ ഒരു സ്ഥലം മതിയില്ലേ നമുക്ക്. ഇവിടെ മതി. നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഒരു സൈൻ ബോർഡ് ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബ്രൂട്ടോണിക്സ് ഗെയിമിംഗ് സോൺ എന്തായിരുന്നു വെയ്സേരിയ റൂട്ടോൺസ് ഗെയിമിംഗ് സോൺ ബേസ് ഏരിയ. ഇവിടെ ഞാൻ എൻ്റെ കൊടി ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ വീഡിയോ പിന്നെ നമ്മൾ അങ്ങനെ അധികം ഇടത്തില്ല. നമ്മുടെ ഫാൻഡം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവൻ ഇനി വീഡിയോയുടെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. തുടങ്ങും. ഓക്കെ, തുടങ്ങുമായിരിക്കും. നമുക്ക് ഇച്ചിരി സ്റ്റോൺ വേണം. സ്റ്റോൺ കളക്ട് ചെയ്യണം. സ്റ്റോണിന്റെ അടിയിൽ പോണ്ടേ. ഇനി ഈ ലോബിന്റെ അടുത്ത് നമ്മൾ ഇത് സെറ്റ് ആക്കുമ്പോൾ ഒരു ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണ്ടി വരില്ലല്ലോ. അതായത് ടെലിപ്പോർട്ടൊന്നും അടിക്കണ്ടല്ലോ. ലോബി സ്പോൺ അടിച്ചിട്ട് ഇച്ചിരി അങ്ങ് നടന്നാ പോരെ. ഓക്കെ, നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഫുൾ ഡയമണ്ട് ആർമർ ആവണം. നെതർ ഇല്ല ഇതിൽ, അതാണൊരു ഇത്. ഇവർക്ക് നെതർ വെക്കായിരുന്നു കേട്ടോ.
ഓക്കെ, ഇനി ഈ സ്റ്റോൺ എന്ന് ലോഡാവുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എടാ എന്റെ നെറ്റൊക്കെ പ്രോപ്പർ ആണല്ലോ, പിന്നെന്താ ഇതിന് മാത്രം ഒരു ഇത്. എന്തേലും ആവട്ടെ. ഓക്കെ, നമ്മൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. സ്റ്റോൺ വെച്ചിട്ട് ഒരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു ഷവല്, ഒരു ഇത്. പിന്നെ വേണമെങ്കിൽ നമ്മള് ഹെൽമെറ്റ് സെറ്റാക്കി. ഇത് ഞാനിപ്പോൾ ഏതാ ഉണ്ടാക്കിയ? ഹെൽമെറ്റ്, ഇത് വേണം. അപ്പൊ തന്നെ തീർന്നു. ഓക്കെ, നമുക്ക് റെഡ് പൂ വെച്ചിട്ട് മറ്റേ ഇതാക്കാം, നമ്മുടെ കളർ പോരട്ടെ, പൂ പോരട്ടെ, റോസാപ്പൂക്കൾ, കമോൺ. പിന്നെ ഇതൊരു പക്കാ ട്രോൾ സെർവർ ആയിരിക്കും. ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ട്രോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാനാ വന്നേ? അത് നമുക്ക് മറ്റേ ഇത് വേണം. അതാ ഇത് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. എന്നിട്ട് ഇത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇട്ടു. ഇതിവിടെ ഇതിട്ടു. ഇപ്പൊ കാണാൻ എങ്ങനെ ഇങ്ങനെ. ഇതെന്ത് ഈ സാധനം പോലെ? അയ്യോ കുട്ടപ്പനായി. നമുക്ക് പാൻറ്റും അതും ഇതൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമ്മുടെ ബേസ് ഇവിടെ ഞാൻ സെറ്റാക്കി. ഈ വീഡിയോ പിസ്കാർട്ടിലായിരിക്കും. നമുക്ക് സൈഡിൽ പിസ്കാർട്ടിൽ നിന്ന് കാണുന്നുണ്ടാവും. ഞാൻ കുറെ നാളായിട്ടാണ് പിസ്കാർട്ടിൽ എഡിറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, വേറെ ഞാൻ ആകെ പിസ്കാർട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ഇതാക്കാനാണ്. അവിടെ ഇൻഷോട്ടിൽ ചെയ്യാം, പക്ഷെ കുറെ ടൈം എടുക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇച്ചിരി പണി കൂടുതലാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഏരിയ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കാണിക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ വീട് പണിയത്തില്ല. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ വീടൊന്നും പണിയത്തില്ല. ചുമ്മാ ഇങ്ങനെ ബേസ് സെറ്റാക്കി അത് കാണിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ ചുമ്മാ ഒന്ന് SMB തുടങ്ങിയത് കാണിക്കാൻ വന്ന. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാം. ഞാൻ ഇത് ക്രിയേറ്റീവിൽ ഈ സാധനം പണിതോണ്ടിരിക്കാൻ നേരത്ത് നിറച്ച് ഷീപ്പായിരുന്നു കേട്ടോ. ഇപ്പൊ നിറച്ച് പന്നിയായി. അയ്യോ, ഇത്ര സൂപ്പർമാനോ? ഐ തിങ്ക് എനിക്കിപ്പോ പ്രോപ്പർ നെറ്റ് ഇല്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു. ചിലപ്പോ നെറ്റ് ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, ആടെ നിക്ക്. ചിങ്കാരിനെ നമ്മൾ വെട്ടിക്കൊന്നു. ഇനി അതിന്റെ ഇറച്ചി കുക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാൻ പറ്റും. അല്ല, ഇറച്ചി കുക്ക് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാനോ കുളിക്കാൻ പറ്റുമോ വെച്ചിട്ട്. ഓക്കെ, എങ്ങനെ ടേം ചെയ്യാൻ കാണിക്കുന്നേ? ഇതിനൊക്കെ ടേം ചെയ്യാൻ പറ്റും. ഐ മീൻ ഇതാക്കാൻ പറ്റും. അല്ല, ഞാൻ ഉദ്ദേശിച്ച് വളർത്താൻ പറ്റുമെന്നാണ്. ഈ ബെഡ് ഉണ്ടാക്കിയിട്ട് എന്തിനാ? അതൊരു റീസ്പോണും സെറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ റൂളുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് ഫുൾ സെറ്റ് ആർമറും കൂടി ഉണ്ടാക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മരം കിട്ടി. അത്രേ ഉള്ളൂ. ഇനി ഇതിൽ ചെന്നിട്ട് ഇതാക്കണം. എന്നിട്ട് പാൻറ് ഉണ്ടാക്കണം. പിന്നെ ഇത് ഉണ്ടാക്കണം. എടാ, അതെന്താ അപ്പൊ കണ്ടേ? ഇല്ല, വൈറ്റ് ബാനർ. ഓക്കെ, നമ്മുടെ ബ്രോട്ടോണിക്സിന്റെ ബാനറിന് കളർ അടിക്കാൻ പറ്റത്തില്ലേ? ആകെ വൈറ്റ് ബാനറുകളും തോന്നുന്നു. എന്തായാലും നമ്മുടെ ഇത് പുതിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുട്ടോ. ഇത് ഞാൻ ഇത് ആദ്യമായിട്ടാ കാണുന്നേ. ഓക്കെ, റെഡെങ്കിൽ റെഡ്. ഇതെല്ലാം ഇപ്പൊ ഒരു റെഡ് വൈബായിട്ടുണ്ട്. ചോര കളറാണ് വെച്ചാനെ. ചോര തെറിക്കുമല്ലേ. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഴ്ചപ്പെട്ട വീഡിയോയില് ഇതെന്തുവാടാ? അത് പാന്റ് വർക്ക് ചെയ്യത്തില്ലേ? നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നോക്കാം. അതും പോയി. ഞാൻ എടുത്തോളാം. പാന്റ് ഇടാത്തപ്പോ പാന്റ് കാണുന്നു. ഇട്ട് വെച്ചേക്കാം. ഓക്കെ, ഇതപ്പോ റീസ്പോൺസ് സെറ്റ് ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഴ്ചപ്പെട്ട വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ റോട്ട് 600 സബ്സ്ക്രൈബേഴ്സ്
എല്ലാവരും മറക്കാതെ പൊട്ടിക്കുക. അപ്പോൾ ഇനി ഇതിന്റെ വീഡിയോസ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. പക്ഷെ ഫുൾ ടൈം വരണമെന്നില്ല. ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ബ്ലോഗ്സ് കഴിയാണ്ട് വീഡിയോസ് ഇടാറ്. പിന്നെ നമ്മള് റെക്ടർ അസംബ്ലി മാത്രമൊന്നും അല്ല, നമ്മൾ ചിലപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും, അങ്ങനെ അങ്ങനെ അതും ഇതുമെല്ലാം കളിക്കും. അപ്പോ ഞാൻ എപ്പോ തൊട്ടാടാ ബെഡില് എന്തേലും ആവട്ടെ. ഓക്കെ, അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരോട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. നമ്മള് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരോട് അപ്പം ബൈ ബൈ.